ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കാര്യമായിട്ട് സൂര്യൻ്റെ റേസ് ഏൽക്കാനായിട്ട് പുറത്തിറങ്ങുന്നില്ല, പറഞ്ഞ് പണിയുന്നില്ല. അകത്ത് തന്നെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സമയവും തന്നെ ഒറ്റ കാര്യമുള്ള ഷർട്ട് ഇടാതെ ഇരിക്കണം. എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ നെഞ്ചിന് മേലത്തെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ അലർജി പോലെ ചൊറിച്ചിൽ വരുന്നത്? സൺറൈസ് അത്ര ഇങ്ങനെ അകത്ത് വളഞ്ഞു പുറഞ്ഞകത്ത് കയറിയുള്ളൂ. അതാണ് എൻ്റെ സംശയം. ഇനി അതിന് മരുന്ന് എന്താണ്? മനസ്സിലായി. നമ്മള് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിക്കുന്ന പോലെ ഓരോരുത്തരുടെ സണ്ണിന്റെ അലർജിയുടെ ഒരു ഗ്രഡേഷൻ ഡിഫറൻസ് ഉണ്ട്. മാത്രമല്ല ഇപ്പൊ റൈറ്റ് നോ ഉള്ള അലർജിയുടെ ഒരു ഇന്റൻസിറ്റി അല്ല നമുക്ക് ചിലപ്പോൾ വേറൊരു ടൈമിൽ അല്ലെങ്കിൽ ഒരു കാലത്ത്. അച്ഛന് ഓർമ്മയുണ്ടല്ലോ, ഉണ്ട്. 10-20 വർഷം മുമ്പ് ഒരു ടൈമിൽ അച്ഛന് ഭയങ്കരമായിട്ട് സ്കിന്നിന്റെ പ്രശ്നം വന്നു, ഒത്തിരി കാണിച്ചു. അന്ന് ഇതുപോലെ സൺ അലർജി ഉണ്ട് എന്നുള്ള ഒരു ഇതിലൊരു ഡോക്ടർ അച്ഛന് സൺസ്ക്രീൻ തന്നു കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു. പിന്നെ അച്ഛൻ ഇത്രയും കാലം, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു 16 years ആയിട്ട് തന്നെ അച്ഛൻ പറമ്പിലൊക്കെ പണി എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ട് വരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കൊരു ഫ്യൂ മന്ത്സ് ബാക്ക് പിന്നെയും ഈ കാണുമ്പോൾ നമുക്കറിയാം ടാൻ ആവുന്ന എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് അച്ഛന് ഇറിറ്റേഷൻ സ്കിന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൺ അലർജി ആണ് എന്നുള്ളത് വ്യക്തം. ഇനി അത് എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട് എന്നുള്ളത് ഡയറക്റ്റ് പോയി 10 മണിക്കും 11 മണിക്കും എടുക്കുമ്പോൾ പണി എടുത്താൽ മാത്രമേ പറമ്പിൽ ഇറങ്ങിയാലേ ഉള്ളോ, അതോ നോക്കി കഴിഞ്ഞപ്പോ അച്ഛൻ അങ്ങനെയല്ല. അച്ഛന് നോർമൽ ഇരിക്കുമ്പോഴും ഉണ്ട്. അച്ഛൻ ഇരുട്ടുമുറിയിലാണോ ഇരിക്കുന്നത്? എക്സാക്ട്ലി. അച്ഛന്റെ മുറിയിൽ സൂര്യപ്രകാശം ഉണ്ട്. അത് തന്നെ. അത് എന്താന്ന് വെച്ചാല് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് അച്ഛൻ അലർജിക്ക് ആ ഒരു ലൈറ്റിനും സെൻസിറ്റീവ്, അത്രയും ലോ ഇന്റൻസിറ്റി റിഫ്ലക്റ്റഡ് ആയിട്ട് ജനലിൽ നിന്ന് വരുന്ന ലൈറ്റിനും അപ്പൊ അച്ഛന് അലർജി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സാധനം പിന്നെ ആ ടൈമിലാണെങ്കിലും അച്ഛൻ അവിടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു സംശയം, അപ്പം സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലങ്ങളിൽ അലർജി ഉണ്ടാകും. ഓക്കെ, സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലത്ത് എന്തുകൊണ്ട് ചൊറിച്ചിലുണ്ടാവും? അത് നമുക്കിപ്പോൾ അലർജി വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് വരുന്ന പോലെ നമുക്ക് ആ അലർജി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു യുദ്ധം നമ്മുടെ ദേഹത്തിനകത്തും ബ്ലഡിലും ആണ്. പിന്നെ ഇച്ചിരിയെങ്കിലും ഒരു അലർജി ചൊറിച്ചിലിനൊക്കെ ടെൻഡൻസി ഉള്ള ആളുമാണ്. അപ്പോ ഒരു പ്രശ്നം ഇപ്പൊ അപ്പൊ മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഈ വഴക്കാളികളായിട്ടുള്ള മൂഡിൽ പിള്ളേരിരുന്ന പിന്നെ ആ ഒറ്റ കാര്യത്തിന് മാത്രമേ വഴക്കിടുകയുള്ളൂ അല്ലേ? എല്ലാ കാര്യത്തിനും വഴക്കിടത്തില്ലേ? വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു അലർജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ബോഡിയിലുള്ള ഒരു യുദ്ധം, രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വേറെ കാര്യത്തിലും ചിലപ്പം ട്രിഗർഡ് ആവാം. ഫോർ എക്സാമ്പിൾ, അച്ഛന് ഡസ്റ്റ് അലർജിയുടെ ടെൻഡൻസി ഉണ്ടെന്ന് വെച്ചോ, ഇതുപോലെ ഒരു അലർജി ഇരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ ആ ഡസ്റ്റ് അലർജി പെട്ടെന്ന് അങ്ങ് പോപ്പപ്പ് ആവും. നമുക്ക് അതിന് പിന്നെ ഏത് അലർജി വേണമെങ്കിലും ആസ്വദിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് ഫുഡ് അലർജി ട്രിഗേർഡ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നത് എപ്പോഴാ, നമുക്ക് വേറെ ഒരു അലർജി നന്നായിട്ട് വന്നിട്ട് നമ്മുടെ ദേഹത്തൊക്കെ ചൊറിഞ്ഞു തളിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കുള്ള ഒരു ഫുഡ് അലർജിയുടെ ടെൻഡൻസി ഉണ്ടായിരുന്നു, ബട്ട് അത് പ്രകടമായിട്ടില്ല. ആ സാധനം ടേൺ ഓൺ ആവും. ഇതിന്റെ കൂടെ അതും കൂടെ തുടങ്ങും. അപ്പൊ ഇതന്നെ ശരിക്കും നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻ ഇരിക്കുന്ന പിള്ളേരെ പോലെ ഒരു കാര്യത്തിന് വഴക്കിട്ടു, പിന്നെ ആദ്യം മൊത്തം വഴക്ക്. അപ്പൊ നമ്മൾ ആക്ച്വലി പാസിഫൈ ചെയ്യുമ്പോൾ എല്ലാത്തിനെയും നമ്മൾ പാസിഫൈ ചെയ്യണം. പിന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫസ്റ്റ് ട്രിഗർ ചെയ്ത സാധനം. അപ്പം അച്ഛനെ സംബന്ധിച്ച് വീടിനകത്താണ് ഇരിക്കുന്നതെങ്കിലും സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും കണ്ടിന്യൂസ്ലി ഒരു സൺസ്ക്രീൻ ഇടുക. പിന്നെ ഉള്ള ഇറിറ്റേഷൻ മാറ്റാൻ മാത്രം ഞാൻ പറഞ്ഞ ആയുർവേദത്തിന്റെ സ്കിൻ ആൻഡ് റിലേറ്റഡ് എണ്ണകളുണ്ടല്ലോ, ഒന്നുകിൽ നമ്മുടെ ക്ലിനിക്കിൽ ഉണ്ടാക്കുന്ന എണ്ണ DMS പോലെ, അല്ലെങ്കിൽ നമുക്ക് ഏലാധികേരം, ശുദ്ധ ദുർവാദി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഇടയ്ക്ക് പറഞ്ഞിട്ട് 3 അമ്മയുണ്ടല്ലോ. അപ്പൊ അതും ഉപയോഗിക്കണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ ആ എണ്ണയും, അതുപോലെ ഇനി ഫർദർ ആയിട്ട് ഇറിറ്റേഷൻ വരാതിരിക്കാൻ സൺസ്ക്രീനും ഉപയോഗിച്ചാൽ മതി. അതോടെ ശരിയാവും.